പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു അരുൾ ചെയ്തു, നിങ്ങളുടെ ഒരു ഭൃത്യൻ ഉഴുകയോ ആടുമേയ്ക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്നും തിരിച്ചു വരുമ്പോൾ അവനോട്, നീ ഉടനെ വന്ന് ഭക്ഷണത്തിനിരിക്കുക എന്ന് നിങ്ങളിൽ ആരെങ്കിലും പറയുമോ? എനിക്ക് ഭക്ഷണം തയ്യാറാക്കുക, ഞാൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നതുവരെ അരമുറുക്കി എന്നെ പരിചരിക്കുക, അതിനുശേഷം നിനക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം എന്നല്ലേ നിങ്ങൾ പറയുക? കൽപ്പിക്കപ്പെട്ടത് ചെയ്തതുകൊണ്ട് ദാസനോട് നിങ്ങൾ നന്ദി പറയുമോ? ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിനു ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്, കടമ നിർവഹിച്ചതേ ഉള്ളൂ എന്ന് പറയുവിൻ. ഈ വചനഭാഗത്തിലൂടെ യേശു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മുടെ കടമകൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ കൂടുതലായിട്ട് ദൈവത്തെ പ്രീതിപ്പെടുത്തുവാനായിട്ട് ചെയ്യുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മളിൽ നിന്നും ആവശ്യപ്പെട്ടതിൽ കൂടുതലായിട്ട് നമുക്ക് സേവനം ചെയ്യാം, വചനം പ്രഘോഷിക്കാം. നമ്മുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവർത്തനങ്ങളൊക്കെയും തിന്മയിൽ നിന്നും നന്മയിലോട്ട് നയിക്കാം. മറ്റുള്ളവരെ നേരായ മാർഗത്തിലൂടെ നയിക്കുമ്പോൾ ദൈവം സന്തോഷിക്കും. അങ്ങനെ നന്മ നിറഞ്ഞ ഒരു ജീവിതം നമ്മൾക്ക് ദൈവത്തിന് കാഴ്ചവെക്കാം. നമ്മുടെ ആത്മാക്കളെ നേടിയെടുക്കാം. മറ്റുള്ളവരുടെ ആത്മാക്കളെയും നമ്മൾ വഴി നേടിയെടുക്കുന്നതിന് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.